നമസ്കാരം. ഭരണമാറ്റത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയാണ്. എന്നാൽ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപിൻ്റെ നയങ്ങളും നിലപാടുകളും ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ചർച്ചയിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറുമ്പോൾ ഇന്ത്യയിൽ എന്തു മാറ്റങ്ങൾ ആണ് ഉണ്ടാവുക? മലയാളികളായ നമ്മുടെ ജീവിതത്തിൽ അമേരിക്കയുടെ ഭരണമാറ്റത്തിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ? ന്യൂസ് 18 കേരളം പരിശോധിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ സജിമോൻ ആൻ്റണി. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ന്യൂസ് 18 കേരളം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമേരിക്കയിൽ നിന്നുള്ള വാർത്തകളും വിശദാംശങ്ങളും ഏറ്റവും ആധികാരികമായി തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആളാണ് സജിമോൻ ആൻ്റണി. അദ്ദേഹം ഫൊക്കാനയുടെ പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ സജിമോൻ ആൻ്റണി, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീകുമാർ ഉണ്ണിത്താൻ, അദ്ദേഹം ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറിയാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ തുടരുന്ന മലയാളിയാണ്. ശ്രീകുമാർ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു അതിഥി ശ്രീ ജോയ് ചാക്കപ്പൻ ആണ്. അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെയായി അമേരിക്കയിൽ ഉള്ള മലയാളിയാണ്. ഫൊക്കാനയുടെ ട്രഷറർ കൂടിയാണ്. അനുഭവ സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ബലത്തിൽ ഒപ്പം ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ആണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് അതിഥികൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യം ശ്രീ സജിമോൻ ആൻ്റണി, ഈ ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ അടക്കം അമേരിക്കയിലും അമേരിക്കയ്ക്ക് പുറത്തും ഇന്ത്യയിലും നടക്കുന്ന ചർച്ചകൾ എന്നത് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആ രീതിയിലാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. പ്രത്യേകിച്ച് ഈ അനധികൃത കുടിയേറ്റം അത് തടയുക തന്നെ ചെയ്യും എന്ന വാഗ്ദാനം അദ്ദേഹം നൽകിയിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ വംശജരെ അദ്ദേഹം നിയമിക്കുന്നു. അത് അമേരിക്കയിലടക്കം ചർച്ചയാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് തരത്തിലാണ് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ പ്രതിഫലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം തന്നെ ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അമേരിക്ക ഇലക്ഷനിൽ പങ്കെടുക്കുമ്പം ഇലക്ഷനിൽ തുടങ്ങിയ സമയത്ത് അമേരിക്കയിൽ 4 മുദ്രാവാക്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പോളിസി മാറ്റേഴ്സിനകത്ത് 1 ഫോറിൻ പോളിസി, 2 ഇക്കണോമി അല്ലെങ്കിൽ ഇൻഫ്ലേഷന്, 3 അബോർഷൻ ഹ്യൂമൻ ലൈഫ്സ് കാര്യങ്ങൾ, ദെൻ സെൻട്രൽ ആയിട്ട് ഇമിഗ്രേഷൻ പോളിസിയും ഉണ്ടായിരുന്നു. നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും സാർ പങ്കുവെച്ചതും ഇതേ പോളിസികൾ തന്നെയാണ്. അതെ. അപ്പോൾ ഈ 4 പോളിസികൾക്കകത്ത് 3 പോളിസികൾക്കും ഡൊണാൾഡ് ട്രംപിന് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു നല്ലൊരു വിജയം കാഴ്ചവെച്ച് ഇപ്പോൾ വൈറ്റ് ഹൗസും സെനറ്റും US കോൺഗ്രസും ഒക്കെ പിടിച്ചടക്കി ഈ 20-ാം തീയതി ഉദ്ഘാടനത്തിന് വേണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ചിന്തിക്കേണ്ടത് ഇതാണ്, പലപ്പോഴും ഒരു ഇലക്ഷൻ വരുമ്പം ക്യാമ്പയിന് മുമ്പുള്ള ഒരു സ്ട്രാറ്റജിയും ഒരു സ്പിരിറ്റും ഉണ്ട്. ക്യാമ്പയിൻ കഴിഞ്ഞതും അത് തന്നെ നിലനിർത്തുമോ എന്നുള്ളതാണ് എല്ലാവരും മുറ്റുന്നത്. അതായത് ഇപ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോലെയൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടാകും, അതേ വാഗ്ദാനങ്ങൾ തന്നെ നിറവേറ്റണമെന്നില്ല എന്നാണോ പറയുന്നത്? എക്സാക്ട്ലി അങ്ങനെയല്ല. എന്നാൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2016 ട്രംപ് പറഞ്ഞിരുന്നു, ഐ വിൽ ബിൽഡ് ദ വാൾ ഇൻ മെക്സിക്കോ ബോർഡറിൽ ആൻഡ് മെക്സിക്കോ വിൽ പേ ഫോർ ഇറ്റ്. അപ്പോൾ അത് എക്സാക്ട്ലി നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നില്ല. എന്നാൽ ഇമിഗ്രേഷന് ഓവറോൾ അമേരിക്കയിൽ ഒരു ഉണർവുണ്ടാവുകയും ഈ ഒരു സബ്ജക്റ്റ് മെയിനായിട്ട് സംസാരിക്കുകയും അമേരിക്കൻ ജനതയ്ക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇലക്ഷനിൽ ഒരു ക്യാമ്പയിനും പോയി ആ ഒരു പ്രതിഫലനം നമ്മൾ കണ്ടു. എന്നാൽ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ മലയാളികളായിട്ട് നമ്മൾ നോക്കി കാണുമ്പം ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്. അമേരിക്കയിലേക്ക് മലയാളികൾ പ്രത്യേകിച്ചും 4-5 സിറ്റുവേഷൻ ഇമിഗ്രേഷൻ പോളിസികളുടെ ഭാഗമായിട്ടാണ് അവർ കുടിയേറുന്നത്. ടെമ്പററി വിസയിൽ പോകുന്നുണ്ട്, വിസിറ്റിംഗ് വിസയിൽ പോകുന്നുണ്ട്, L1 സ്റ്റാറ്റസിൽ പോകുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്ത് ഗ്രീൻ കാർഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയാണ് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ഒരു പോളിസിയുടെ മാറ്റങ്ങൾ നമ്മുടെ മേലുള്ള ഒരു പ്രതിഫലനം വരുന്നത്. പ്രതീക്ഷ ഇതാണ്, സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഉണ്ടാവുകയല്ല. കാരണം ട്രംപും പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് ഒരു നല്ല ഇക്വേഷൻ ഉണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു ക്ലാഷ് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അമേരിക്ക വാല്യൂസ് ഇന്ത്യസ് ഇക്കണോമി ഓർ ഇന്ത്യ സ്ട്രെങ്ത്, ഇന്ത്യ വാല്യൂസ് അമേരിക്കയുടെയും സ്ട്രെങ്തും ഇക്കണോമി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു മ്യൂച്വൽ ഗ്രോത്തും ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ ഇമിഗ്രേഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഓവറോൾ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വാതാവരണം ഒരു പരിസ്ഥിതി ഇങ്ങനെ ഉടലെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ചെറിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് നെഗറ്റീവായിട്ട്, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് വിസകളിൽ അല്ലെങ്കിൽ ടെമ്പററി വിസകളിലൊക്കെ അതിൻ്റെ പ്രോസസ്സിങ്ങിന് ഡിലേ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്. രണ്ടാമത്തേത്,
ഏത് ഗവൺമെൻറ്റിന് ഒരു റിസോഴ്സ് ഉണ്ട്, ആ റിസോഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഈ ഇമിഗ്രേഷന് വേണ്ടി ഇമ്പാക്റ്റ് ചെയ്യുമ്പം മെയിൻ മുദ്രാവാക്യം എന്ന് പറയുന്നത് ലീഗൽ ഇമിഗ്രേഷൻ അല്ല, ഇല്ലീഗൽ ഇമിഗ്രേഷനാണ്. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് സോഴ്സുകൾ കൂടുതൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അൺനോയിങ്ലി ഒരു ഡിലേ പ്രോസസ്സ് ഈ അതർ സൈഡിൽ ലീഗൽ ഇമിഗ്രേഷന് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. റൈറ്റ്. ശ്രീകുമാർ സാർ, ഇവിടെ ഈ താങ്കളുടെ പേരുമായി ചെറിയ സാമ്യമുള്ള ഒരാളാണ് AI പോളിസി മാനേജറായിട്ട് ശ്രീരാം കൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് വലിയ തോതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ടാണ്. അതായത് അപേക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല എന്നുള്ളത്. പക്ഷേ അത് അമേരിക്കൻ ജനതയെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. ഒരു ഇന്ത്യ വിരുദ്ധതയ്ക്കൊക്കെ കാരണമാകുമോ എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് കണ്ടു. താങ്കൾക്ക് എന്താണ്, താങ്കൾ ഈ അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ എന്ന നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഗ്രീൻ കാർഡിനെ സംബന്ധിച്ച് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യനേഴ്സ് ഒരു ഫോറിനേഴ്സാണ്. അതെ. അപ്പം ഈ ഇന്ത്യക്കാരുടെ പഴയ ഒരു സ്റ്റാറ്റസ് അല്ല ഇപ്പോഴുള്ളത്. ഇന്ത്യക്കാരുടെ 2% വോട്ട് ബാങ്ക് ആണെങ്കിൽ കൂടിയും ഇന്ന് അമേരിക്കയിലുള്ള മിക്ക IT കമ്പനികളുടെയും CEO-മാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്. ഒരു അമേരിക്കക്കാരൻ്റെ ശരാശരി വരുമാനം $45,000 ആണെങ്കിൽ ഇന്ത്യക്കാരൻ്റെ 75 ആൻഡ് എബോവ് ആണ്. അപ്പോൾ എക്കണോമിക്കലി നമ്മുടെ ആൾക്കാർ സാമ്പത്തികമായും അതുപോലെ തന്നെ നേഴ്സിംഗ് മേഖലകളിലും IT മേഖലകളിലുമൊക്കെ ഈ അമേരിക്കക്കാരെക്കാട്ടി വളരെ മുൻപന്തിയിലാണ്. അത് അമേരിക്കക്കാരെ സംബന്ധിച്ചുള്ള 2% ഇന്ത്യക്കാർ അമേരിക്കയുടെ എല്ലാ കേന്ദ്രങ്ങളിലും പിടിമുറക്കുന്നുണ്ടോ? അതിപ്പോൾ അവർക്ക് സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ അവരോടൊരു വിരോധം തോന്നുന്നത് സ്വാഭാവികമാണ്. അതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജോയ് സാർ, ഇവിടെ ശ്രീകുമാർ സാർ സൂചിപ്പിച്ചു, അതായത് ശരാശരി അമേരിക്കക്കാരൻ്റെ വരുമാനവും ഇന്ത്യക്കാരൻ്റെ വരുമാനവും തമ്മിലുള്ളൊരു താരതമ്യം. അവിടെ സ്വാഭാവികമായും മലയാളികൾ അടക്കമുള്ളവർ മികവ് പുലർത്താനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. മലയാളികൾ എപ്പോഴും ഈ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരെ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രദേശം എന്നത് കേരളമാണ്. അവിടെയാണല്ലോ ഈ H1B വിസയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക. യഥാർത്ഥത്തിൽ അത് അടിസ്ഥാനപരമായ ഒന്നാണ്. പ്രത്യേകിച്ച് ഈ വിസയിൽ ഏതാണ്ട് 70% ഇന്ത്യക്കാരാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ആദ്യമായിട്ട് ഞങ്ങൾ 20-ാം തീയതി ട്രംപ് ഭരണത്തിലേൽക്കുന്ന ആ ഒരു സുവർണാവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ ട്രംപിൻ്റെ ഭരണമാറ്റവും ട്രംപ് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന, ലോകത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി. ജോയ് സാറ് തെരഞ്ഞെടുപ്പിന് മുമ്പേ ട്രംപ് അനുഭാവിയാണോ? ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം, ഞാൻ ഒരു പരിപൂർണമായിട്ടുള്ള റിപ്പബ്ലിക്കനും ട്രംപ് അനുഭാവിയുമാണ്. അല്ല, ഒരു ആവേശവും ഉന്മേഷവും ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെ നേതാവ് വരാൻ പോകുന്നു. ശരിയാണ്, പല ആശങ്കകളുണ്ട്. H1 വിസയെപ്പറ്റി ആശങ്കകളുണ്ട്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറ്റിയുള്ള ആശങ്കകളുണ്ട്. ഈ ആശങ്കകളൊക്കെ അടിസ്ഥാനപരമായിട്ട് കാര്യമായിട്ടുള്ള ഒരു അത്ര വലിയ ചലനങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ പുറത്താക്കും എന്നുള്ളത് അമേരിക്കയിലെ ഏത് പൗരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 40 കൊല്ലം മുമ്പ് ന്യൂയോർക്ക് സിറ്റിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ന്യൂയോർക്ക് സിറ്റിയിലെ വഴിയോരങ്ങളിൽ പോലും മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ട് അത്രമാത്രം വൃത്തിഹീനമാക്കി കൊണ്ട് നടക്കുന്നതിൽ സ്വന്തം രാജ്യം എന്ന് ഞാൻ മീൻ ചെയ്യുന്നത് അമേരിക്കയാണ്. അമേരിക്കയോട് യാതൊരുവിധ പ്രാതിനിധ്യവുമില്ലാതെ, യാതൊരുവിധ സ്നേഹവുമില്ലാതെ അമേരിക്കയെ അടിസ്ഥാനപരമായിട്ട് ഇല്ലാതെ ആക്കുന്ന ഒരു രീതി. അതുകൊണ്ട് അവരെ ഇല്ലീഗൽ സിറ്റിസൻസിനെ പുറത്താക്കുന്നതിനോട് അമേരിക്കയിൽ നിന്നല്ല ഒരു ഇന്ത്യക്കാരനും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ലീഗലായിട്ട്, ഞാനും ഒരു ഇമിഗ്രൻ്റായിട്ട് വന്നതാണ്, ലീഗലായിട്ട് വന്നിരിക്കുന്ന സിറ്റിസനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ആശങ്കയ്ക്കും അത് വെറുതെ പറഞ്ഞു വരുത്തുന്ന അഭിമുഖങ്ങൾ മാത്രമാണ്. പിന്നെ H1 വിസയിൽ മാറ്റങ്ങളുണ്ടാകും. H1 വിസയിൽ വന്നിരിക്കുന്നവരെ പറഞ്ഞു വിടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ H1 വിസയിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നത് അതെങ്ങനെ ഫലിക്കുമെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഭാര്യ ഭർത്താവിനും H1 വിസയുണ്ട്. വരുന്ന കുഞ്ഞിന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് പൂർവ്വകാല അടിസ്ഥാനത്തിൽ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. ലഭിക്കണമോ എന്ന് ചോദിച്ചാൽ
ലഭിക്കണമെന്ന് പറയും. എന്നാൽ ലഭിക്കാതിരുന്നാൽ അത്ര ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, അമേരിക്ക ഒഴിച്ചാൽ, അമേരിക്ക മാത്രമല്ല ഇന്ത്യയിലായാലും മറ്റു രാജ്യങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ജനങ്ങളോ ഇന്ത്യക്കാരോ അത്ര ആശങ്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, സജി സാറ്, ഒരു പക്ഷേ ഈ ഇന്ത്യ എന്നതിനപ്പുറത്ത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്, ഒരു സമയത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു മലയാളികൾ എന്നുള്ളതായിരുന്നു. അവിടെ പോയി പണം സമ്പാദിക്കുന്നു, ആ പണത്തിൻ്റെ വലിയൊരു ശതമാനം ഇന്ത്യയിലേക്ക് അയക്കുന്നു, കേരളത്തിലേക്ക് അയക്കുന്നു. അത് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും ആണിക്കല്ല് എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ്. അതിനുശേഷം ഇപ്പോൾ മലയാളികളുടെ ഒരു രീതി മാറി. പലരും കാനഡ പോലെയോ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് അമേരിക്ക. എപ്പോഴും ഈ ചർച്ച നമ്മൾ നടത്തുന്നത് തിരുവനന്തപുരത്താണ്. ഇപ്പോഴും ആ കേരളവുമായുള്ള ഒരു നൂൽബന്ധമുണ്ടല്ലോ, അത് നമ്മളാരും വിട്ടുകളയില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ 3 പേരും ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ സംശയം, ഈ H1 വിസയൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുള്ള മലയാളികളാണ്. അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് കിടക്കുന്നു. സജി സാറ് തന്നെ എത്രയോ തവണ ഇലോൺ മസ്കിനെ കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ മലയാളികൾക്ക് അനന്തമായ സാധ്യതയാണുള്ളത്. അതിനൊരു തിരിച്ചടിയാകുമോ എന്ന് ഈ ജോലി അന്വേഷിക്കുന്ന യുവാക്കളെങ്കിലും ആശങ്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിൻ്റെ റെസ്പോൺസ് പറയുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും പറഞ്ഞതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കും. തീർച്ചയായും. ഇലക്ഷന് മുമ്പ് ഏത് കൺട്രിയിൽ ഏത് ലീഡർ ഇലക്ഷന് നിന്നാലും ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10 എന്ന് പറയുന്ന റേറ്റ് വരുവാണെങ്കിൽ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനകത്ത് 2 അഭിപ്രായങ്ങൾ വിത്തിൻ ദ പാർട്ടി വരുന്ന ഒരു സാഹചര്യം പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ട്രംപിൻ്റെ ഇലക്ഷന് കട്ടയ്ക്ക് നിന്ന ചങ്കായിരുന്നു ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ഏകദേശം $120 മില്യൺ ആണ് ആ ക്യാമ്പയിന് സ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം അത് 2 ആഴ്ച കൊണ്ട് $250 ബില്യൺ റിട്ടേൺ എടുത്തു. അത് ബിസിനസ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ഇലോൺ ഫേവർ ചെയ്യുന്നത് H1 വിസയ്ക്ക് പ്രോ ആയിട്ടുള്ളൊരു ആക്റ്റീവ് അല്ലെ പോളിസി ചേഞ്ചസ് വരണമെന്നുള്ളതായിരുന്നു. എന്നാൽ മാഗ സപ്പോർട്ടേഴ്സ്, ട്രംപിൻ്റെ ഒറിജിനൽ സപ്പോർട്ടേഴ്സ്, അവർ എല്ലാ ഇമിഗ്രൻസിനെയും ഇമിഗ്രൻ്റ് ആയിട്ട് കാണുന്നു. അമേരിക്കയുടെ വൈറ്റ് ആ ഒരു പ്രൊജക്ട് 25 എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അധിഷ്ഠിതമായിരിക്കണം പോളിസി ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തർക്കങ്ങളും അല്ലെ ഒരു ഡിബേറ്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏതായെങ്കിലും നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. താങ്കൾ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക്, കേരളം അതിരുകളില്ലാതെ വളരുകയാണ്. പ്രവാസം എന്ന് പറയുന്നത് 70കളിലും 80കളിലും ഗൾഫ് മേഖലയിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നുവെങ്കിൽ ഈ 2020-2021 ശേഷം, 2000 ശേഷം, പ്രത്യേകിച്ച് 2010 ശേഷം അത് യൂറോപ്യൻ ഐക്യനാടുകളിലേക്കും അമേരിക്കൻ ഐക്യനാടുകളിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെയുള്ള പോളിസി ഷിഫ്റ്റും നമുക്ക് വളരെയധികം ആകാംക്ഷ ചെലുത്തുന്നതാണ്. കാരണം നമ്മുടെ ഒത്തിരിയധികം സ്റ്റുഡൻസ്, ഒത്തിരിയധികം ടെമ്പററി വർക്കേഴ്സ് ഈ അമേരിക്കൻ ഐക്യനാടുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫാക്റ്റാണ്. എൻ്റെ സഹപാഠി ജോയ് ചാക്കോൻ പറഞ്ഞ ഒരു കാര്യം, H1 വിസയിൽ വരുന്ന ആൾക്കാർക്ക് അമേരിക്കയുടെ പോളിസി അനുസരിച്ചിട്ട് അവിടെ ഏത് കുഞ്ഞ് ജനിച്ചാലും അവർ സിറ്റിസൺഷിപ്പ് ഓൺ ചെയ്യുന്നു. അത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി അതിലുള്ള ഒരു കാര്യമാണത്. അപ്പോൾ അത് മറ്റു രാജ്യങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ല. കാരണം അതാണ് അമേരിക്കയെ അമേരിക്കയായിട്ട് വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അമേരിക്കയുടെ ഡ്രീം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ഒരു സ്പെസിഫിക് പോയിന്റിൽ H1 അങ്ങനെ ടെമ്പററി വിസയിലുള്ള ആൾക്കാർക്ക് അടുത്ത ജനറേഷൻ കുട്ടികൾ ജനിക്കുമ്പം അവർക്ക് ഇമിഗ്രേഷൻ കിട്ടിയില്ലെങ്കിൽ അത് ഇന്ത്യയെ പോലുള്ള അല്ലെങ്കിൽ കേരളത്തെ പോലുള്ള ഒരു ഏരിയയിലേക്ക് വളരെയധികം നെഗറ്റീവായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഇക്കണോമിക്കൽ മാത്രമല്ല, ഒരു ഫാമിലിയുടെ ഒരു കൊളാപ്സും കൂടി ആയിരിക്കും അത്. നമ്മൾ ഇന്ന് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് 20 വർഷം മുമ്പ് എനിക്ക് ആദ്യം L1 വിസ വന്നു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ വൈഫിനും കൂടെ ഒരുമിച്ച് ഇൻ്റർവ്യൂ വേണം, എന്നാലും ഞാൻ ഇൻ്റർവ്യൂവിന് വരുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് 2005. അതിനുശേഷം അന്ന് പോയ കമ്പനി എനിക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ലെറ്റർ തരുകയും പിന്നെയാണ് ഞങ്ങളുടെ ഫാമിലി അവിടെ സെറ്റിൽ ആവുകയും ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? ബിക്കോസ് എനിക്ക് എൻ്റെ ഫാമിലിയോട് കെയർ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു H1 സിറ്റുവേഷൻ, അത് ടെമ്പററി വിസയിലുള്ള H1 L1 വരികയാണെങ്കിൽ അവർ 3 വർഷത്തേക്ക് പോയി, പിന്നെ അടുത്ത 3 വർഷം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തു, പിന്നെ അടുത്ത 3 വർഷം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അവരുടെ കുട്ടി അവിടെ ജനിക്കുകയും ആ കുട്ടി അവിടെ ജനിച്ചതിന് ശേഷം പഠിക്കുന്നത് അവിടെയാണ്. അപ്പോൾ 10-15 വർഷം അവിടെ സ്കൂളും കോളേജും കഴിഞ്ഞതിന് ശേഷം ഒന്നുമല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പറിച്ചു നടുക എന്ന് പറഞ്ഞാൽ അതൊരു ഫാമിലി കൊളാപ്സ് ആണ്. ശ്രീകുമാർ സാർ, നേരത്തെ ജോയ് സാറ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും പറഞ്ഞു കഴിഞ്ഞു. എനിക്കറിയില്ല സാറിൻ്റെ രാഷ്ട്രീയമെങ്കിൽ പോലും ഈ അമേരിക്കയിലെ കണക്കുകൾ തന്നെ, ഇത് സാങ്കേതികമായി ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഈ സാങ്കേതിക രംഗത്തെ തൊഴിൽ മേഖലയിൽ ഏതാണ്ട് 35% ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്ന് ഡേറ്റകൾ പറയുന്നുണ്ട്. ഡോക്ടർമാരിൽ 17% ഇന്ത്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഉള്ളവരാണ്. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ TCSനെ പോലെ, വിപ്രോയെ പോലെയുള്ള കമ്പനികൾ ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴേ നേരിടുന്നു ഈ H1 വിസയുമായി ബന്ധപ്പെട്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. അതെത്രത്തോളം ആധികാരികമാണ്? അത്
IT മേഖലയിൽ ഓൾറെഡി തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവോടുകൂടി ഒരു ലേ ഓഫ് പോലെയൊക്കെ നടക്കുന്നുണ്ട്. മിക്ക കമ്പനികളിലും കുറച്ച് ആൾക്കാരെയൊക്കെ ഇപ്പോഴേ പറഞ്ഞു വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. IT മേഖലകളിലെ വർക്ക് ലോഡ് കുറയുന്നതായിരിക്കാം കാരണം എന്ന് വിചാരിക്കുന്നു. ടെക്നോളജി വർദ്ധിക്കും തോറും മനുഷ്യൻ്റെ അധ്വാനം കുറയുന്നു. ആ ഒരു സാഹചര്യത്തിലായിരിക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള മേഖലകൾ, നേഴ്സിംഗ് മേഖലകളിലേക്കൊക്കെ വീണ്ടും ഓപ്പണിംഗ് വരികയും ആൾക്കാർക്ക് വീണ്ടും വിസ H1 വിസ കൊടുക്കുന്നൊരു സാധ്യതയുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ മറ്റ് ഡോക്ടേഴ്സ് മറ്റധികം മേഖലകളിലേക്ക്, സാമ്പത്തിക ആ മേഖലകളിലേക്കൊക്കെ കൂടുതൽ ആൾക്കാർ കടന്നു വരികയും ചെയ്യുന്നു. ചില മേഖലകളിൽ സാധ്യതകൾ കുറയുമ്പോൾ മറ്റ് ചില മേഖലകളിലേക്ക് സാധ്യതകൾ കൂടിയും വരുന്നുണ്ട്. യെസ്. ശ്രീ ജോയ് സാർ, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമൊക്കെ അറിയാമല്ലോ. അവിടെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ, ജാതി, മതം ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ പോലും ഈ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിൽ തന്നെ ട്രംപ് മോദി ബന്ധം എന്നത് നേരത്തെ തന്നെ സജി സാറൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ പോസ്റ്ററുകളിൽ പോലും മോദി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും മോദിയുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പല വിഷയങ്ങളിൽ ഇപ്പോൾ മോദിയെക്കുറിച്ച് ട്രംപ് തന്നെ പറഞ്ഞിട്ടുള്ള ചില ഡയലോഗുകൾ അതിപ്പോഴും വൈറലാണ്. അതായത് ചില വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെടാം എന്ന് മോദി നല്ലൊരു ആതിഥേയനാണ്, നല്ല സുഹൃത്താണ്. പക്ഷേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇടപെടാമെന്ന് പറയുമ്പോൾ മോദി പറയുന്നു അത് വേണ്ട, അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയുന്ന ഒരു പോളിസി സ്വീകരിക്കാറുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, അതിപ്പോൾ വിസയുടെ കാര്യമാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ, ഇന്ത്യയുമായി ബന്ധപ്പെട്ടപ്പോൾ കാനഡ നമുക്ക് മുന്നിൽ ഉദാഹരണമായി ഉണ്ട്. അവിടെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോഴുണ്ടായിരുന്ന, അതായത് ബൈഡൻ കാലഘട്ടത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സഹകരണത്തിനാണോ സാധ്യത? ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചകൾ നടക്കുവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധമായിരിക്കും ഇന്ത്യയും അമേരിക്കയുമായിട്ടുണ്ടാകുന്നത്. കാരണം സമാന ചിന്താഗതിയുള്ള രണ്ട് ഭരണാധികാരികൾ, വ്യക്തമായ പോളിസികൾ, വ്യക്തമായ ചിന്താഗതികളുള്ളത്, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥ ലാഭങ്ങൾ അല്ലെങ്കിൽ പണപരമായ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത രണ്ട് ഭരണാധികാരികൾ ഭരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അല്പം പോലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് അമേരിക്കയിലേക്കും ഇന്ത്യക്കും ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കമായിരിക്കും ഈ ബഹുമാനപ്പെട്ട ട്രംപിൻ്റെ ഭരണകാലം എന്നുള്ളതിൽ ഒട്ടും സംശയമില്ലാതെ തന്നെ ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം ട്രംപിൻ്റെ പോളിസിയിൽ ഒരു ഇന്ത്യയിലുള്ള പോളിസിയെ തകർക്കണമെന്നോ അല്ലെങ്കിൽ ഒരു യുദ്ധക്കൊതിയനാണെന്നോ അല്ലെങ്കിൽ സമാധാനപരമായ ജീവിക്കുന്ന രാജ്യങ്ങളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നോ അല്ല. ട്രംപ് വളരെ ശക്തനായിട്ടുള്ള, അതെ, അത് ട്രംപിന്റെ ഭരണകാലഘട്ടത്തിൽ ലോകവ്യാപകമായി വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം അത് ലോകവ്യാപകമായ സംഘർഷങ്ങൾ ഉണ്ടാകാതിരുന്നതല്ല, ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കാതിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ട്രംപ് വളരെ വ്യക്തമായ നിലപാടെടുത്തു, വ്യക്തമായ കൃത്യമായ ഒരു വീക്ഷണമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളിൽ വേണ്ടി വന്നാൽ ഇടപെടും. അതിന് നമ്മളാരും തെറ്റു പറയേണ്ട. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് നേരത്തെ പറഞ്ഞു, മാനുഷിക മൂല്യങ്ങൾക്ക് ഞാൻ വില കൊടുക്കാതെ അല്ല. H1 വിസയിൽ വന്ന ആ കാര്യത്തെപ്പറ്റി ഒരൊറ്റ വാക്കുള്ളൂ. H1 വിസയിൽ വന്ന കുഞ്ഞുങ്ങൾ, അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിസ സിറ്റിസൺഷിപ്പ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഫാമിലിയെ രണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് എനിക്കും താല്പര്യമില്ല. പക്ഷേ 400 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സംവിധാനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലും ഇതുപോലെ തന്നെ 1947 ഉണ്ടാക്കിയ പല നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു? കാരണം അത് രാജ്യത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും ട്രംപ് ഭരണകാല സമയങ്ങളിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. റൈറ്റ്. സജി സാറ്, നമുക്ക് കേരളത്തെക്കുറിച്ച് സ്പെസിഫൈഡായി പറഞ്ഞു പോകാതെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, എനിക്ക് മുന്നിലിരിക്കുന്നത് ഫൊക്കാനോയുടെ 3 ഭാരവാഹികൾ കൂടിയാണ്, ഏറ്റവും പഴക്കമുള്ള സംഘടന കൂടിയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളം തന്നെ പല വിദേശ രാജ്യങ്ങളിലെയും വികസന മാതൃകകൾ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥ സംഘം, മന്ത്രിസംഘമൊക്കെ വിദേശത്ത് പോകാറുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കലായി ഇവിടെ നടപ്പിലാക്കുന്നു എന്നറിയില്ല.
എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന, പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന, അതായത് ഒരു ഭരണ സംവിധാനത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന സാധ്യതകൾ ഉണ്ടോ? തീർച്ചയായിട്ടും. അഭിലാഷ് മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ കാലങ്ങളിലെ ഭരണ സംവിധാനങ്ങൾ, അവർ പൊളിറ്റീഷ്യൻസും അവർ ബ്യൂറോക്രസിയും ഒക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പം അതിനെ നമുക്ക് രണ്ട് രീതിയിൽ വിലയിരുത്താം. ഒന്ന്, ഒരു ടൈം പാസ് അല്ലെങ്കിൽ അവരുടെ കച്ചവട താല്പര്യം എന്ന് വിലയിരുത്താൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ വന്ന് അവിടുത്തെ സിസ്റ്റവും പോളിസികളും കണ്ടുപഠിച്ചതിന് ശേഷം അത് തിരിച്ചു വന്ന് നമ്മൾക്ക് ഇവിടെ ഇംപ്ലിമെൻ്റ് ആക്കുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നത് AI ക്യാമറ ഇപ്പോൾ റോഡുകളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ കോമൺ ആണ്. 2 വരി പാതകൾ, അതിൻ്റെ പല പല കാര്യങ്ങളും പരിഷ്കാരങ്ങളും ആരോഗ്യ മേഖലയിലാണെങ്കിലും അത് നമുക്ക് വളരെയധികം വിവിഡൻ്റാണ്. ഫൊക്കാനയെ സംബന്ധിച്ചിടത്തോളം ഫൊക്കാന അമേരിക്കൻ കനേഡിയൻ മലയാളികളെ ഇവിടെയുള്ള മലയാളികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു അംബലിക്കൽ കോഡാണ്. നമ്മുടേതായ തനതായ ഭാഷയും സംസ്കാരവും ഇവിടെയുള്ള റിച്ച് കൾച്ചറും നമ്മൾ അവിടെയുള്ള സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ മലയാളികൾക്കും പകർന്നു നൽകുക എന്നുള്ള ആ ഐഡിയയിൽ അധിഷ്ഠിതമായി തുടങ്ങിയ ഒരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ള ഈ സംഘടനയ്ക്കൊക്കെ അവിടെയുള്ള ലീഡർഷിപ്പും ഇവിടെയുള്ള ലീഡർഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് പല പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ പല പ്രൊജക്റ്റുകളും പദ്ധതികളും കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീകുമാർ സാർ, ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് എല്ലാവരും വിധേയരാകും. ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത് ഇടത് സർക്കാരാണ്. ഒരു കാലഘട്ടത്തിൽ അമേരിക്കയെ മുതലാളിത്ത രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിരുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുന്നു. വിദഗ്ധ ചികിത്സയ്ക്ക് പോലും അമേരിക്കയിലേക്ക് പോകുന്ന ഭരണകർത്താക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കാലം മാറുമ്പോൾ അങ്ങനെ സഹകരണം ശക്തിപ്പെടും. ചില രാജ്യങ്ങൾ തമ്മിൽ ചിലപ്പോൾ അകൽച്ചയുണ്ടാകാം. അപ്പോൾ എവിടെയാണോ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾക്ക് വേണ്ടിയാണ് ഈ ചർച്ച നടത്തുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളവരെ ഈ പാനലിൽ ഇരുത്താൻ സാധിക്കുന്നത് തന്നെ എനിക്കും അഭിമാനമാണ്. കാരണം നമുക്ക് മലയാളത്തിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവിടെയും ഉണ്ടാകുന്നു എന്നുള്ളത്. എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാകുമെന്നാണ്, അതിനിപ്പോൾ ചന്ദ്രനിൽ ചെന്നാലും എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ മാറ്റങ്ങൾ, പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ മലയാളികൾക്ക് എങ്ങനെയായിരിക്കാം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? മലയാളികൾക്ക് തന്നെയല്ല, ഇന്ത്യക്ക് തന്നെ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. കാരണം അമേരിക്കയിലെ ഇപ്പോഴത്തെ കൺസ്യൂമേഴ്സ് ചൈനീസ് പ്രോഡക്റ്റിനെ ഹേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. മിക്ക ആൾക്കാരും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഐ ഹേറ്റ് ചൈനീസ് പ്രോഡക്റ്റ്, അവർ അമേരിക്കൻ പ്രോഡക്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള പ്രോഡക്റ്റുകളോ തിരഞ്ഞെടുക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ അതിന് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ചൈനയിൽ നിന്നുള്ള ബിസിനസ് കുറച്ചുകൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്കാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തന്നെ IT മേഖലയിൽ കേരളത്തിനാണ്. കേരളത്തിൽ കൂടുതൽ IT ഹബ്ബുകൾ തുടങ്ങുകയും നമ്മുടെ കുട്ടികൾക്ക് അത് അവിടെ തന്നെ ജോലി കിട്ടുവാൻ ഒരു അവസരമായി. എന്നും ഈ മാൻ പവർ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിന് നിലനിൽപ്പില്ല. ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാം വീടുകളിലെ കുട്ടികളെ കോളേജ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് എങ്ങോട്ട് പോകാം എന്നത്, അതിന് പകരം ഇവിടെ തന്നെ തൊഴിലുകൾ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് നമുക്ക് വരുന്നുണ്ട്. ചൈനയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇന്ത്യക്ക് വളരാൻ പറ്റും. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ പല മേഖലകൾക്കും നമുക്കിവിടെ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, കേരളത്തിലടക്കം. അതിന് ഇവിടുത്തെ ഗവൺമെൻറ്റുകളാണ് അതിന് പ്രാധാന്യം നൽകേണ്ടത്. അതൊരു പോളിസിയായിട്ട് വളർത്തേണ്ടതുണ്ട്. ഇവിടെ ട്രംപ് വിജയത്തിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റിയുള്ള ലീഡർ ആണ് ട്രംപ് എന്ന അഭിപ്രായമുണ്ടാകുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിലും ഒന്നതാണ്, കൃത്യമായി ഡിസിഷൻ എടുക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇതേ അഭിപ്രായം തന്നെയുണ്ട്. ശരിയോ തെറ്റോ ആകട്ടെ, പക്ഷേ ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ സ്ട്രോങ് ആയി നിൽക്കും, അതിൽ മുന്നോട്ട് പോകും. ഫൊക്കാനോ പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ താങ്കൾ അത്തരം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഭരണകർത്താക്കളിൽ നിന്നൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രതികരണം എങ്ങനെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ട്രംപിനെ പറ്റി പറഞ്ഞതും ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞതും പ്രൈം മിനിസ്റ്റർ മോദിയെ പറ്റി നിശ്ചയദാർഢ്യമുള്ള ഭരണാധികൾ, അവരുടെ പോളിസികൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ചിലത് നല്ലതായിരിക്കാം, ചിലത് മോശമായിരിക്കാം, ചിലർക്ക് അത് ഡിബേറ്റബിളാണത്. അതുകൊണ്ട് തന്നെ ഫൊക്കാനയിൽ ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾക്ക് ചില ദൃഢമായ ചില പ്രൊജക്റ്റുകൾ, ഏകദേശം ഇദ്ദേഹം
തുടങ്ങി വെച്ചു. 22 പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് 2 വർഷത്തേക്ക്. ആ 22-ൽ പകുതി പ്രൊജക്റ്റുകൾ കേരളത്തിലുള്ള മലയാളികൾക്കും പകുതി പ്രൊജക്റ്റ് അവിടെയുള്ളവർക്കും ഉപകാരപ്രദമാകത്തക്ക രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. 5 ഹോസ്പിറ്റലുമായിട്ടുള്ള ടൈപ്പാണ്. ഇവിടെ തിരുവനന്തപുരത്ത് കിങ്സ് ഹോസ്പിറ്റൽ, തിരുവല്ലയിലുള്ള ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, പാലായിലുള്ള മെഡ് സിറ്റി ഹോസ്പിറ്റൽ, രാജഗിരി ഹോസ്പിറ്റൽ ആലുവ, കൊച്ചി, ആൻഡ് ദെൻ ബേബി മെമ്മോറിയൽ കോഴിക്കോട്. അപ്പം അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഇവിടെ തീർച്ചയായിട്ടും ഗുണകരമാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, അടൂര് 20 വീട്, ഈ ലൈബ്രറി, കളിക്കളം, അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റാണ്. ഇദ്ദേഹത്തിന് തന്നെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഡൊണേറ്റ് ചെയ്ത സ്ഥലത്താണ് അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു പ്രൊജക്റ്റ് റെപ്ലിക്കയാണ്. ഇൻ ദ സെൻസ് ആ ഒരു പ്രൊജക്റ്റ് സക്സസ് ആകുവാണെങ്കിൽ അത് മറ്റ് പല സ്ഥലങ്ങളിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആശയത്തിലാണ്. ഇതോടൊപ്പം തന്നെ ഈ പോളിസിപരമായ നയപരമായ കാര്യങ്ങളിൽ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ പൊളിറ്റിക്കലി കണക്ഷൻസ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ പോണക്ക് ഞങ്ങൾക്ക് അവിടെയുമുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ ഒരു പരിധി വരെ ഈ 2 അഡ്മിനിസ്ട്രേഷനെയും ബന്ധിപ്പിക്കുന്ന ഒരു നൂൽപ്പാലമാണ്, അല്ലെങ്കിൽ ഒരു അംബിലിക്കൽ കോഡാണ് എന്ന് പറയുന്നതിൽ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ശരി എന്ന് പറയുന്നത്. അപ്പോൾ അതിലധിഷ്ഠിതമായിട്ട് ഫൊക്കാനയുടെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഫോറം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അമേരിക്കൻ, ഇന്ത്യൻ, കനേഡിയൻ പൊളിറ്റിക്കൽ ഫോറം ക്രിയേറ്റ് ചെയ്ത് ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള ചില ബന്ധങ്ങൾ ഒന്നും കൂടി സ്ട്രോങ് ആക്കാനുള്ള എല്ലാ ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിലധിഷ്ഠിതമായിട്ട് എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കനേഡിയൻ പാർലമെൻറ്റിൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവിടെ പോകുകയും അവിടെയുള്ള അവിടെ പ്രീമിയർ എന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്റേഴ്സും അവിടെയുള്ള എം പി പി മീൻസ് ഇവിടുത്തെ MP MLA ഈക്വലാണ്, അവരുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു സന്തോഷകരമായ കാര്യം എന്നുള്ളത്, അവിടെ ചെന്നപ്പം അവിടെയും ഒരു മലയാളി പ്രീമിയർ, ഒരു മലയാളി ഒറിജിൻ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റി എന്നുള്ളതോടെ എനിക്ക് ഈ സമയത്തിൽ പറയാൻ സാധിക്കുന്നു. തീർച്ചയായും എന്തായാലും വളരെയധികം നന്ദി. ഒപ്പം മുന്നോട്ടുള്ള പ്രയാണത്തിന് ന്യൂസ് 18-ൻ്റെ എല്ലാവിധ ആശംസകളും. നമ്മൾ മലയാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ ഫൊക്കാനോയ്ക്കും സാധിക്കട്ടെ. അതിലൂടെ നമ്മുടെ നാടിൻ്റെ വികസനം കൂടിയാണ് സാധ്യമാകുന്നത്. അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല, മറിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം എന്നാണ് എല്ലാ അതിഥികളും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഈ പ്രത്യേക ചർച്ച പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.